നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 ആണ്ടിൽ പൊതുവെ കഴിഞ്ഞ വർഷം പലവിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നേട്ടവും പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരവസ്ഥ മെയ് മാസം വരെ തുടരും. എന്നാൽ മെയ് മാസം മുതൽ 2025 മെയ് മാസം വരെയും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള യോഗമുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കണം. എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് മാത്രമേ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടാവൂ. ജോലിയിലുള്ളവരാണെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ടുകളും അധികാരപരിധിയും ചുമതലകളൊക്കെ വർദ്ധിക്കും. ജോലി ഉപേക്ഷിച്ചാലോ ബിസിനസ്സിൽ ഏർപ്പെട്ടാലോ മറ്റ് ജോലികളൊക്കെ അപേക്ഷിച്ചാലോ എന്നൊക്കെ തോന്നലുകളുണ്ടാവാം. പക്ഷെ ജോലിയിൽ ഇരുന്നു കൊണ്ട് മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കാം എന്നല്ലാതെ ഉള്ളത് ഉപേക്ഷിച്ച് മറ്റൊന്ന് അപേക്ഷിച്ചാൽ മറ്റൊന്ന് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടതാണ്. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഓണക്കാലത്തിനോടനുബന്ധമായിട്ടുള്ള യാത്രയാണെങ്കിലും ഡിസംബർ മാസത്തിലെ യാത്രയാണെങ്കിലും അപകട സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് വാഹന ഉപയോഗത്തിൽ നിന്നും പിന്മാറണം. അതിവേഗതയിലുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കൊഴിച്ചിട്ടുള്ള യാത്രയും സാഹസമായിട്ടുള്ള പ്രവൃത്തികളും നിർബന്ധമായിട്ടും പിന്മാറേണ്ടതാണ്, ഒഴിവാക്കേണ്ടതുമാണ്. പൊതുജനമധ്യത്തിൽ സർവ്വവിധത്തിലുള്ള സ്വീകാര്യത വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. എന്നാൽ സ്വന്തം നിലനിൽപ്പിന് അനുസരിച്ച് മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. മെയ് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കാം. അതിനുശേഷം ഒരു വർഷത്തേക്കാണെങ്കിൽ കരാർ ജോലിയാണെങ്കിലും സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണെങ്കിലും വ്യാപാര വിപണന വിതരണ മേഖലകളാണെങ്കിലും മാന്ദ്യം അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് പൊതുവെ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മസംയമനം പാലിക്കണം. ക്ഷമ, എല്ലാ കാര്യങ്ങളിലും മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, ഇതെല്ലാം തന്നെ അനുവർത്തിച്ചാൽ മാത്രമേ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളൂ. കുടുംബത്തിലെ പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും സ്വസ്ഥതക്കേടുകളും ഐക്യതക്കുറവും ഉണ്ടാകുന്നതിനാൽ ചിലർക്ക് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നാഡീ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ചിലർക്ക് രക്തശുദ്ധിക്കുറവിനെ കൊണ്ട് അസുഖങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. സങ്കീർണമായിട്ടുള്ള പല വിധത്തിലുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ, തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകൾ, ഇവയെല്ലാം തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി പ്രയത്നം വേണ്ടിവരും. ഒന്നോ രണ്ടോ പ്രാവശ്യം നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് 4-5 പ്രാവശ്യം നടന്നാൽ മാത്രമേ അത് അനുകൂലമായി തീരുകയുള്ളൂ. അതായത് അവിചാരിതമായിട്ടുള്ള പല വിധത്തിലുള്ള നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കാം. തൻ്റേതല്ലാത്ത സമീപനത്തിൽ നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഫലമില്ലാത്തതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. ഈശ്വര പ്രാർത്ഥനകളാലും ഗുരുകാരണവന്മാരോ അനുഗ്രഹാശീസ്സുകളെ കൊണ്ടും മാതാപിതാക്കളും ജീവിത പങ്കാളിയും നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും അനുവർത്തിച്ചുകൊണ്ടും ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളിലും 8 മണിക്കൂറിന് പകരം 10, 12, 14 മണിക്കൂറോ ജോലി ചെയ്തുകൊണ്ടും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക, അവലംബിക്കുക, പ്രാവർത്തികമാക്കുക എന്ന സമീപനം വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഈ സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ അനുവർത്തിക്കാനോ അന്വേഷിക്കാനോ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്കൊക്കെ തന്നെ വിദേശത്ത് പോയാൽ സാഹചര്യങ്ങളെ കൊണ്ട് ജന്മനാട്ടിൽ വന്നാൽ ചേരാൻ സാധിക്കുകയില്ല. മറ്റു ചിലർക്ക് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള മാനസികമായുള്ള സംഘർഷങ്ങളും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശ്വര പ്രാർത്ഥനകളാലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കാൻ സാധിക്കും.
കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അതേപോലെ തന്നെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം ഉണ്ടാകും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിക്കണം. സ്നേഹബന്ധങ്ങൾക്ക് പലരിൽ നിന്നും അകൽച്ചകൾ സംഭവിക്കുവാനിട വരുമെങ്കിൽ പോലും അതിനെ പറ്റിയിട്ട് വ്യാകുലപ്പെടാതെ കർമ്മം, അതായത് ജോലി തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തോടുകൂടി ധാരാളം പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ അനുവർത്തിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സഹപാഠികളിൽ നിന്നും സാമ്പത്തികമായുള്ള സഹായം വന്നു ചേരുന്നത് വഴി നിലവിലുള്ള പാഠ്യപദ്ധതിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. വിജയാഹ്ലാദത്തിൽ അമിതമായുള്ള ആഹ്ലാദം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദമ്പതികൾക്ക് പൊതുവെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തനങ്ങളിൽ വിചാരിച്ച പോലെ ജനപങ്കാളിത്തമൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നേട്ടം വളരെ കുറയുന്നത് വഴി ഒരുപക്ഷെ സമാധാനക്കേടൊക്കെ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് അത്ര തന്നെ നേട്ടങ്ങളോ അനുഭവങ്ങളോ അവസരങ്ങളോ വന്നു ചേരുവാൻ വളരെ കുറവുള്ളത് കൊണ്ട് അതിനെ പറ്റിയിട്ട് വ്യാകുലപ്പെടാതെ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനോ പരിശീലനത്തിന് തയ്യാറാകുവാനോ സാധ്യത കാണുന്നത് നന്നായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതും പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുന്നതും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ തയ്യാറാകുന്നതും അനുകൂലമായുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നീതിപൂർവമായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി എല്ലാവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സമീപനം വന്നു ചേരുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും ദീർഘകാലത്തേക്ക് അനുയോജ്യമായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും. പലപ്പോഴും പല കാര്യങ്ങളും അറിവുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ഇവർക്കൊക്കെ അവസരങ്ങൾ കുറയും. അവസരങ്ങൾ വന്നു ചേരുന്നവർക്കോ ഒന്നും വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കുടുംബത്തിലെ തർക്കങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിന്തകൾ പല വിധത്തിലും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് കുറച്ചൊരു ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അനുവർത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അനുവർത്തിക്കുന്ന പക്ഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിതം നയിക്കാനും തൊഴിൽ മണ്ഡലങ്ങളിൽ അനുവർത്തിക്കാനുമുള്ളൊരവസരം ഈ 2024 വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നമസ്കാരം.